2019 വരെ ഞാനിരുന്ന കോലം എന്ന് പറയുന്നത് എന്തൊക്കെ ഫുഡാണ് കഴിക്കാൻ പാടില്ലാത്തത് എന്നൊരു ലിമിറ്റ് ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ്. ഫാത്തിമ ചേച്ചി വല്ലാണ്ടങ്ങ് വണ്ണം വെച്ചു. ഞാനിപ്പോൾ ഭയങ്കര ചായ കുടിയാണ്. ആ ചായ കൂടി നിർത്തിയാൽ ആദ്യത്തെ ലിസ്റ്റ് സെറ്റ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പേരിൽ നല്ല കളിയാക്കൽ കിട്ടിയിട്ടുണ്ട്, നല്ല ഊക്കൽ കിട്ടിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഞാനിന്നേ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ്, പക്ഷെ നടക്കണില്ല. കാരണം വൈകുന്നേരം ആകുമ്പോൾ എക്സാം ഉള്ളതുകൊണ്ട് പഠിക്കുമല്ലോ. പഠിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ വേണം. അപ്പം ഞാനിങ്ങനെ കുടിച്ച് എൻ്റെ നെറ്റിയിൽ ഫുള്ള് മുഖക്കുരുവായി. വേറെ ഒന്നുമല്ല, ഷുഗർ. അപ്പം ഞാൻ വീണ്ടും ഷുഗർ കട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പം ഞാൻ അതിൻ്റെ ഒരു എല്ലാത്തിനും ഒരു പ്ലാൻ വേണമല്ലോ. നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടറിയാം, മുമ്പ് ഏതെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇച്ചിരി പ്ലാനിങ് കൂടുതലാണ്. അപ്പം എനിക്ക് ഈ കാര്യത്തിലും ഞാൻ പ്ലാൻ ചെയ്യാൻ പോവാണ്. പ്ലാൻ ചെയ്താൽ മാത്രമേ എൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് നടക്കത്തുള്ളൂ. ഇപ്പം ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് കുളിച്ചു ആൻഡ് ഐ എം ഡൂയിങ് മൈ സ്കിൻ കെയർ. ഇപ്പോൾ പ്ലാൻ ചെയ്തത് നടന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ 6 മാസമല്ല, അതിൽ കൂടുതൽ ഷുഗർ കട്ട് ഫോളോ ചെയ്തു. ഫേസിൽ ഒരു കുരു പോലും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഓൾസോ ഈ ഡാർക്കൊക്കെ ഇല്ലേ, മീൻസ് കുരു വന്നിട്ട് പോയ പാടുകൾ പോലും എൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല, ക്ലിയർ ആയിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ അവസ്ഥ. നിറച്ച്, അതും കൂടുതലും നെറ്റിയിലാണ്. എനിക്കാണെങ്കിൽ നെറ്റിയിൽ കുരു വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ കയ്യിലിരിപ്പുണ്ടാണ്, എനിക്കറിയാം. നമുക്ക് പ്ലാൻ ചെയ്ത് തുടങ്ങാം. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ എൻ്റെ കഴിഞ്ഞ വർഷത്തെ വെയ്റ്റ് ലോസ് പ്ലാനിങ് ആണ്. ഇതൊക്കെ നോക്ക്, ഞാൻ എൻ്റെ ഒരു ഗോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോ മിൽക്ക്, നോ ഓയിൽ, ഹെവി വർക്കൗട്ട്സ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ലൈറ്റ്. കൊള്ളാമല്ലേ? എനിക്ക് തന്നെ ഇൻസ്പയറിംഗ് ആയിരുന്നു. ഞാൻ ഈ റൂമിൽ വെച്ചാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം ഞാനിതിങ്ങനെ കണ്ടുകൊണ്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് ശരിക്കും ഭയങ്കര ഇൻസ്പിറേഷണലാണ്. പിന്നെ ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫോട്ടോസൊക്കെ കാണിക്കാവേ. ഞാനിത് സ്റ്റാർട്ട് ചെയ്ത സമയത്തുണ്ടായിരുന്ന എൻ്റെ ഫോട്ടോയും എൻ്റെ ചെയ്യുന്ന ഈ ഒരു ടൈം, അതായത് December 31 ആകുമ്പോഴത്തേക്കും എനിക്ക് ഉണ്ടായ ചെറിയ ചേഞ്ച് ഒക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്താണ്, ഞാൻ ഏതൊക്കെ വർക്കൗട്ട്സാണ് ചെയ്യുന്നത്, മീൻസ് ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, ഞാൻ എവിടേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കാർഡിയോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കാർഡിയോ വർക്കൗട്ട്സ് ചെയ്യുമായിരുന്നു. പക്ഷേ കാർഡിയോ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് കാർഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഒരുപാട് ജമ്പിങ് ഒക്കെ ഇൻവോൾവ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു 2 വീക്സൊക്കെ ഞാൻ ജമ്പിങ് ചെയ്ത് എൻ്റെ ഇവിടുത്തെ ഈ ഒരു ബോണുണ്ടല്ലോ, ആ ബോൺ എനിക്ക് നേരത്തെ ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു ജിംനാസ്റ്റിക്സിന് പോയിട്ട്. അപ്പം ഇതിങ്ങനെ കാർഡിയോയും കൂടെ ചെയ്തപ്പോൾ അത് കുറച്ചും കൂടെ സീനായി. അപ്പോൾ ഞാൻ കാർഡിയോ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ക്ലോയി ടിങ്ങിൻ്റെ വർക്കൗട്ട്സ്, ക്ലോയി ടിങ് അതുപോലെ ഗ്രോ വിത്ത് ജോയുടെയൊക്കെ യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഓൾസോ ഡാൻസ് വിത്ത് ദീപ്തി, ഇടയ്ക്ക് ഡാൻസും ചെയ്യാറുണ്ട്, സൂംബയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. സോ ആംസും നെക്കും എനിക്ക് ഏറ്റവും കൂടുതൽ പാടുള്ളത് എൻ്റെ ആംസിൻ്റെ ഫാറ്റ് കുറയാനായിരുന്നു. ഇപ്പം ഏറെക്കുറെ നല്ല ഡിഫറൻസ് ഉണ്ട്. ആസ് യു ക്യാൻ സീ, ഇപ്പം എന്താണ് വലിയ പ്രശ്നമില്ല. പക്ഷേ ഇപ്പോഴും ആ ഫ്ലാപ്പിനെസ് ഉണ്ടല്ലോ, അതിപ്പോഴും ഉണ്ട്. അത് ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നേരത്തെക്കാളും ഡിഫറൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇച്ചിരി സമാധാനമുണ്ട്. പിന്നെ എനിക്ക് ആ നെക്കും ബാക്ക് ഷോൾഡറൊക്കെ എനിക്ക് നല്ല എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു. ഷോൾഡർ ഞാൻ വണ്ണം വെക്കുമ്പോൾ നല്ല എക്സ്റ്റെൻഡ് ആവും, ബാക്കും ഉണ്ട്. അതുപോലെ ആപ്സ് വലിയ സീൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നാലും ഫാറ്റ് സൈഡിൽ കൂടെയാണ് ഇറങ്ങുന്നത്. അപ്പം മൊത്തത്തിൽ ഒരു വൃത്തിയിടാണ് ശരിക്കും ഞാൻ വണ്ണം വെച്ചാൽ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു, സെറ്റ് ചെയ്തു. പിന്നെ എൻ്റെ ഈവനിങ് വർക്കൗട്ട് എന്താണെന്നൊക്കെ ഞാൻ എഴുതി. മൺഡേ ടു സൺഡേ ഏത് വർക്കൗട്ടാണ് ഒരു ദിവസം ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ എഴുതി. ദെൻ അങ്ങനെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ് ഐ എം ഗോയിങ് ടു ടിയർ ഓൾ ദിസ്. ഓക്കെ, ഐ എം ഗോയിങ് ടു മേക്ക് ന്യൂ പ്ലാൻ ഫോർ ദ ന്യൂ ഇയർ. സോ യു ക്യാൻ ഡു ഇറ്റ്, യാ, ലെറ്റ് ഇറ്റ് ബി ദെയർ. അപ്പോൾ ഞാൻ ഗൈസ്, എൻ്റെ കയ്യിൽ വേറെ സ്റ്റിക്കി നോട്ടുണ്ട്. അപ്പം ഞാൻ പുതിയ സ്റ്റിക്കി നോട്ടിൽ പുതിയ പ്ലാനിങ് ഉണ്ടാക്കാൻ പോവാണ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് മേക്ക് എ പ്ലാൻ. 2020 ഞാൻ ശരിക്കും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുമായിരുന്നു. ബിക്കോസ് 2019 വരെ ഞാനിരുന്ന കോലം എന്ന് പറയുന്നത്
എനിക്ക് തന്നെ അതിപ്പോൾ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. പിന്നെ 2020 ആയപ്പോൾ, അതായത് കൊറോണ ടൈമിലാണ് ഞാൻ വർക്കൗട്ട് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. ദേ സ്റ്റിക്കി നോട്ട്സ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ 2023 ആയപ്പോഴത്തേക്ക് ശരിക്കും ഞാൻ വർക്കൗട്ടൊക്കെ നിർത്തി. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്താണ് സ്റ്റേ ചെയ്തത്, ഹോസ്റ്റലിൽ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, വർക്കൗട്ടൊക്കെ നല്ല കുറവാണ്. നമ്മൾ അവിടുത്തെ പുറത്തുനിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങ് വണ്ണം വെച്ചു. പക്ഷെ ഞാൻ പോലും അറിഞ്ഞില്ല ഞാൻ വണ്ണം വെച്ചത്. പിന്നെ ഒരു ദിവസം കോളേജിൽ പോയപ്പോൾ എൻ്റെ അടുത്തൊരു ജൂനിയർ വെച്ച് പറഞ്ഞു, ഫാത്തിമ ചേച്ചി വല്ലാണ്ട് അങ്ങ് വണ്ണം വെച്ചു. അപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത്, എന്നെക്കാളും എന്നെക്കുറിച്ച് കൺസേൺ വേറെ പലർക്കും ഉണ്ട്. അപ്പോൾ എന്തിനാണ് അവരെ വിഷമിപ്പിക്കുന്നത്? അപ്പോൾ ബാക്കിയുള്ളവരുടെ സന്തോഷമാണല്ലോ എനിക്ക് വരുന്നത്. അല്ല, നമുക്ക് ഏറ്റപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് വിഷമമായി. ശരിക്കും എനിക്ക് നല്ല വിഷമമായി. അങ്ങനെ ഞാൻ അന്ന് വീട്ടിൽ ചെന്ന് ഒരുപാട് കരഞ്ഞു. ഞാൻ അങ്ങനെ കേട്ടോ, ആരെങ്കിലും വണ്ണം വെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്, ഞാൻ കരയും. ഞാൻ മനുഷ്യനാട്ടോ. എനിക്ക് വിഷമം വന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ട് ആ സമയത്ത് ഞാൻ ഇവിടെയാണേ. അപ്പോൾ വന്ന് കിടന്ന് ഭയങ്കര കരച്ചിലായി, മോങ്ങലായി. അപ്പോൾ ഉമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ കാര്യം എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ ഇതുപോലെയാണ് കാര്യം, എൻ്റെ അടുത്ത് ഇന്നൊരു കൊച്ചിങ്ങനെ പറഞ്ഞു. ഒന്നല്ല, ഒരുപാട് പേരെന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു വീണ്ടും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴാണ് ഞാൻ ഈ പ്ലാനിങ്ങൊക്കെ സെറ്റ് ചെയ്ത് 2024 ഗോൾ 25 എൻഡിങ് ആകുമ്പോഴേക്കും, ഐ മീൻ December 31st 2024 ആകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ വണ്ണം കുറയ്ക്കണം. അതൊരു സ്റ്റാർട്ടിങ് ആവട്ടെ എന്ന് കരുതി ഞാൻ പ്ലാനൊക്കെ സെറ്റ് ചെയ്തു. ഇറ്റ് വർക്ക്ഡ് റിയലി. നല്ല ചേഞ്ചുണ്ട്, ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും ചേഞ്ചുണ്ട്. ആൻഡ് ഐ എം സ്റ്റിൽ ട്രൈയിങ്. സോ ഞാൻ പ്ലാൻ ചെയ്യാൻ പോവാണ്. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ ഫുഡാണ് കഴിക്കാൻ പാടില്ലാത്തത് എന്നൊരു ലിമിറ്റ് ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ്. സോ ഗൈസ്, നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാം. ഇത് നോക്ക്, ഞാനിതിന് ഹെഡിങ് കൊടുക്കാൻ പോകുന്നതേ, നമുക്ക് സ്കെച്ചൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ ടേബിളില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് നമുക്ക് തൽക്കാലം ഈ ജനൽ അങ്ങ് തുറന്നിടാം. ഞാനിവിടെ ഇരുന്ന് പുഴുക്കും. കൊള്ളാം അല്ലേ? ഐ മിസ് മൈ ഹോം. ഓക്കെ, സോ ഇതെനിക്ക് സ്കെച്ചൊക്കെ ഉണ്ട്. ഓക്കെ, നൗ food. I shouldn't touch. ഞാൻ തൊടാൻ പാടില്ലാത്ത ആഹാര സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, ഞാനിപ്പോൾ അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഒഴിവാക്കാൻ പോവാണ്. ഫസ്റ്റ് മിൽക്ക് എന്ന് പറയാൻ കാര്യം, ഞാനിപ്പോൾ ഭയങ്കര ചായ കുടിയാണ്. ആ ചായ കൂടി നിർത്തിയാൽ ഈ മുഖക്കുരുവിനൊരു ക്ഷാമം ഉണ്ടാകും. ഈ മുഖക്കുരുവിനൊരു അന്ത്യം ഉണ്ടാവും. യെസ്, അപ്പം ഞാൻ ആ ചായ അങ്ങ് ഒഴിവാക്കാൻ പോവാണ്. സെക്കൻഡ്, ഷുഗർ. ഓഫ് കോഴ്സ് ഷുഗറില്ല, ചായയിൽ പഞ്ചസാര ഇടും. ആ പഞ്ചസാരയാണ് എൻ്റെ ശരീരത്തോട്ട് ഇപ്പോൾ പോയി ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലാതെ വേറെ ഷുഗർ ഞാൻ കഴിക്കുന്നില്ല. പിന്നെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ ആ സാധനം ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് എനിക്ക് സീനാവാറുണ്ട്. അപ്പോൾ ഷുഗർ, ഐ എം ഗോയിങ് ടു അവോയ്ഡ് ഷുഗർ. പിന്നെ ഞാൻ ഒഴിവാക്കിയ ഒരു സാധനമുണ്ട്, ചോറ്. അത് ഞാൻ ഇപ്പോഴും കഴിക്കാറില്ല. ഞാൻ അവോയ്ഡ് ചെയ്തതിൽ അത് മാത്രമേ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുള്ളൂ. സോ ചോറ് ഞാൻ ഇപ്പോഴും കഴിക്കുന്നില്ല. ആൻഡ് ദെൻ ഇറ്റ്സ് ഒരു വലിയ ടാസ്ക്കാണ്, പക്ഷെ അത് നടക്കുമെന്ന് എനിക്കറിയില്ല. മീറ്റ്, ഓഫ് കോഴ്സ് മീറ്റ് ഐ ക്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. യെസ്, മീറ്റ്. ചിക്കൻ ഞങ്ങളിവിടെ അങ്ങനെ ചിക്കൻ വാങ്ങിക്കാറില്ല, പക്ഷേ വാങ്ങിക്കുമ്പോൾ ഞാൻ കഴിക്കാറുണ്ട്. അതാണ് പ്രശ്നം. പക്ഷെ ഞാനിനി കഴിക്കില്ല, ഉറപ്പായിട്ടും കഴിക്കില്ല. സോ 3 സാധനങ്ങളാണ് ഞാൻ ഒഴിവാക്കിയത്. ഞാൻ അന്ന് ഒഴിവാക്കിയത് എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കട്ടെ. പിന്നെ ഞാൻ അന്ന് ഓയിലൊക്കെ ഒഴിവാക്കിയിട്ടില്ല. ഇത് റോഡ് സൈഡാണ്, അതാണ് പ്രശ്നം.
ഞാൻ അന്ന് ഒഴിവാക്കിയത് എന്തൊക്കെയാണെന്ന് അറിയാം. നോ ഷുഗർ, നോ ഓയിൽ. ഓക്കെ, ഓയിൽ ഞാൻ അത് ഓട്ടോമാറ്റിക്കലി അവോയ്ഡ് ആവും. നോ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, നോ ഫിഷ് എനിക്ക് വേണം, ഫിഷ് എന്നെ കൊണ്ട് പറ്റത്തില്ല ഒഴിവാക്കാൻ. നോ റൈസ്, നോ ഫാസ്റ്റ് ഫുഡ്, നോ മീറ്റ്. അത് ഉൾപ്പെടുത്തണം. ഫാസ്റ്റ് ഫുഡ്സ് ഞാനന്ന് കറക്റ്റ് പക്കയായിട്ട് ഞാനന്ന് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സാധനം. അതെനിക്ക് വർക്കൗട്ട് ആവുകയും ചെയ്തു. സോ ഓൾസോ ഞാൻ ഇപ്പോഴും അത് ചെയ്താലേ എൻ്റെ ഈ മുഖത്തുള്ള മുഖക്കുരുവിനൊരു ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ ഐ ഷുഡ് ഡു ദിസ്. സോ എൻ്റെ ആദ്യത്തെ ലിസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഫുഡ്സ് ഐ ഷുഡിൻ ടച്ച്. അപ്പോൾ ഇതാണ് സംഭവങ്ങൾ. മിൽക്ക്, ഷുഗർ, മീറ്റ്, ഫാസ്റ്റ് ഫുഡ്. ഈ സാധനങ്ങൾ, ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി പൊറോട്ട, മന്തി, ഈ 2 സാധനങ്ങൾ ഞാൻ കയ്യിൽ നിന്ന് തൊടത്തില്ല. അപ്പോൾ നമുക്കിത് ഭിത്തിയിലങ്ങ് ഒട്ടിക്കാം. സോ ഗൈസ്, നമ്മുടെ 2025 ഐശ്വര്യമായിട്ട് നമുക്ക് ആദ്യത്തെ ലിസ്റ്റ് സെറ്റ്. ഇനി അടുത്തത് ഫുഡ് ഐ ഷുഡ് ടച്ച്. ഞാൻ എന്തൊക്കെ ഫുഡാണ് മെയിനായിട്ടും ഹെൽത്തി ആയിട്ടിരിക്കാൻ കഴിക്കേണ്ടത് എന്നുള്ളൊരു ലിസ്റ്റാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഫുഡെന്ന് പറയുമ്പോൾ എനിക്ക് വീറ്റ് എനിക്ക് വേണം. ബിക്കോസ് വീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും അല്ല, ബട്ട് കഴിക്കുമ്പോൾ ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഞാൻ വീറ്റ്, റാഗി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. സോ നമുക്ക് ഹെൽത്തി ഫുഡ്, ഹെൽത്തി ഡയറ്റ്. ഓക്കെ, ഒന്ന് വീറ്റ് വേണം, ആൻഡ് റാഗി, ആൻഡ് ഐ ഷുഡ് ഇൻക്ലൂഡ് ലോഡ് ഓഫ് വെജിറ്റബിൾസ്. Okay, fruits and my yogurt. ഇല്ലാത്ത കളിയില്ല. യോഗട്ട് സെറ്റ് കേട്ടിട്ടുണ്ട് ഞാൻ. ഇത്തവണ 2025 യോഗട്ട് നക്കി. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് കഴിക്കേണ്ടത്. പിന്നെ ഒരുപാട് വെള്ളം. വാട്ടർ. നമ്മൾ നേരത്തെ ഫുഡ്സ് ദാറ്റ് ഷുഡിൻ ടച്ച് എന്ന് പറഞ്ഞില്ലേ, അതിൽ ഞാൻ മെയിനായിട്ടും ഒഴിവാക്കാൻ പോകുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, ആ സാധനങ്ങൾ. അത് ഷുഗറിൽ വരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എഴുതാത്തത്. സോഫ്റ്റ് ഡ്രിങ്ക്സ്, പിന്നെ പാക്കറ്റ് ഫുഡ് ഉണ്ടല്ലോ, സ്നാക്സ് കാര്യങ്ങളൊക്കെ, അതൊന്നും ഇനി തൊട്ട് എൻ്റെ വീട്ടിൽ ഞാൻ കേട്ടില്ല. സോ ഇത് നമുക്ക് ഭിത്തി കയറ്റാം. ഫുഡ് ലിസ്റ്റായി. ഇനി വർക്കൗട്ട് ലിസ്റ്റാണ് വേണ്ടത്. വർക്കൗട്ട് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2025 സ്റ്റാർട്ടായപ്പോഴത്തേക്കും എനിക്ക് 2024 ഞാൻ അന്ന് സെറ്റ് ചെയ്തതിനേക്കാളും ഒരുപാട് ചേഞ്ച് എൻ്റെ ബോഡിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സോ നൗ ഐ ഷുഡ് ഫോക്കസ്. അന്ന് ഫോക്കസ് ചെയ്ത ഏരിയസ് ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ഫുൾ ബോഡി വർക്കൗട്ട്. കാരണം ഫുൾ ബോഡി വർക്കൗട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബോഡി പാർട്ട് മാത്രമല്ല, ഇറ്റ് വിൽ ഫോക്കസ് ഓൺ ത്രൂ ഔട്ട് യുവർ ബോഡി ആൻഡ് ഇറ്റ് വിൽ കീപ്പ് യു ഫിറ്റ്. അതാണ് സംഭവം. അപ്പോൾ എപ്പോഴും ഫുൾ ബോഡി വർക്കൗട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ ചെയ്യുന്നത് ഡാൻസ് വർക്കൗട്ടാണ്. അത് ഒരു 30 മിനിറ്റ് ഡാൻസ് വർക്കൗട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്, ഡാൻസ് വിത്ത് ദീപ്തിയുടെ. അപ്പോൾ അത് ശരിക്കും ഭയങ്കര രസമാണ്. 30 മിനിറ്റ് പോകുന്ന അറിയത്തില്ല, പക്ഷെ ബോഡി നല്ല വർക്കൗട്ട് ആവുകയും ചെയ്യും. നല്ല വിയർക്കുന്നത് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നല്ല വിയർക്കും, നല്ല കിതപ്പും ഉണ്ട്, നല്ലൊരു കാർഡിയോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ബട്ട് നോ ജമ്പിങ് ഇൻവോൾവ്. ഓക്കെ, സോ വർക്കൗട്ട് പ്ലാൻ നമുക്ക് സെറ്റ് ചെയ്യാം. ഹിയർ ഇസ് ദ വർക്കൗട്ട് പ്ലാൻ. സോ എനിക്ക് ആക്ച്വലി ഫസ്റ്റ് ഫുൾ ബോഡി വർക്കൗട്ട് എനിക്ക് വേണം. സോ ഞാൻ ഫുൾ ബോഡി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, ഫുൾ ബോഡി കണ്ടിന്യൂ ചെയ്യണം. ആൻഡ് ദെൻ എനിക്കിപ്പോൾ ഫാറ്റ് ഉള്ളത്, എസ്പെഷ്യലി എനിക്ക് എൻ്റെ വിഷൻ ബോർഡ് ഞാൻ സെറ്റ് ചെയ്തപ്പോൾ അതിലൊരു എൻ്റെ ഒരു വിഷൻ, മൈ ഗോൾ ഞാൻ സെറ്റ് ചെയ്തത് ഒരെണ്ണം ആപ്സ് 11 ലൈൻ ഇത് വരണം, അല്ലെങ്കിൽ ആപ്സ് നല്ല സ്ട്രക്ചേർഡ് ആവണം. ആപ്സ് സൈഡ് ഉണ്ടല്ലോ, കോറൊക്കെ നല്ല ഫിറ്റായിട്ടിരിക്കണം. അങ്ങനെയാണ് അത് ഒരെണ്ണം ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് അച്ചീവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആപ്സ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ആപ്സ് നൗ 3. പിന്നെ എനിക്ക് വരുന്നത് ഹിപ്പിൻ്റെ പോർഷനാണ്. ഹിപ്പ് ആൻഡ് ബട്ട് സൈഡ് ഉണ്ടല്ലോ, സോ അവിടെ
ഹിപ്സ് ആൻഡ് ബട്ടൺ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോവാണ്. സോ എന്തൊക്കെ വർക്കൗട്ടാണ് ചെയ്യേണ്ടതാണ്. പിന്നെ എനിക്ക് കോളർ ബോണിൻ്റെ അവിടെ, കോളർ ബോൺ മീൻസ് എൻ്റെ ഷോൾഡർ ആ ഒരു പോർഷൻ, രണ്ടും കോളർ ബോൺ ഞാൻ എഴുതി. ഓഫ് കോഴ്സ് ആംസ് എനിക്ക് ഉറപ്പായിട്ടും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് വർക്കൗട്ടിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ വർക്കൗട്ട് പ്ലാൻ 2025 വർക്കൗട്ട് ഏതൊക്കെയാണെന്ന് ഉള്ളതായി. ഓക്കെ, നമുക്കിത് ഭിത്തിയിൽ ഒട്ടിക്കാം. ഓക്കെ, സോ വർക്കൗട്ടായി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഓക്കെ ഒരു കാര്യം കൂടെ ഉണ്ട്, ടാർഗറ്റ് ഫിക്സ് ചെയ്തില്ല. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് 24. അപ്പോൾ 24 ഇത് എഴുതുന്നത് ഇറ്റ്സ് 24 ജാനുവരിയാണ് 2025 ടു 31st 12 2025. ഓക്കെ, ഇതാണ് എൻ്റെ വെയ്റ്റ് ലോസ് ഗോൾ ഞാൻ സെറ്റ് ചെയ്യുന്നത്. എനിക്ക് 52.8 ഐ മീൻ 53 ഓർ സംതിങ് 52.5 kg എനിക്ക് ആക്കണം. അപ്പോൾ അതാണ് എൻ്റെ ഗോൾ എന്ന് പറയുന്നത് കേട്ടോ. സോ ഐ ഹോപ്പ് ഐ ക്യാൻ അച്ചീവ് ദിസ്. വെയ്റ്റ് ലോസ് ചാലഞ്ച്. സ്പേസ് ഇല്ല. ഓക്കെ, സോ എൻ്റെ അതും കഴിഞ്ഞു. ട്രാക്കിംഗ് ഐ മീൻ എൻ്റെ എന്താണ് ഗോളും ഞാനിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡേറ്റൊക്കെ സെറ്റ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇത് ഞാനൊന്ന് കുറച്ചുകൂടെ ഡാർക്കൊക്കെ പോവാണ്. ബിക്കോസ് എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ സാധനം കാണണം, അതാണ്. അത് ഇത് ശരിക്കും ഞാൻ കഴിഞ്ഞ തവണ ഹൈലൈറ്റർ ഇട്ട് എഴുതിയതാണ്, മാഞ്ഞു പോയി. യു ക്യാൻ ഡു ഇറ്റ്. 2024 പാസ്, ഇറ്റ്സ് 2025. ഓക്കെ, അപ്പോൾ സംഭവം ഫുഡ് ഏതൊക്കെയാണെന്ന് ഓക്കെയായി. ഞാൻ എന്തൊക്കെ വർക്കൗട്ടാണ് ചെയ്യേണ്ടതെന്ന് ഓക്കെയായി. ഇനി ഗ്രാജ്വലി ഓരോ കാര്യങ്ങളിങ്ങനെ വരും. അതായത് ഏതെങ്കിലും ഒരു ദിവസം ഞാൻ മടി പിടിച്ചാൽ അന്നത്തെ ദിവസം ഞാൻ റിഗ്രറ്റ് അടിക്കും. പക്ഷെ പിറ്റേ ദിവസം എനിക്ക് ഇൻസ്പിറേഷൻ കയറിയിട്ട് സ്റ്റിക്കി നോട്ട് എടുത്തിട്ട് ടൈമൊക്കെ ഫിക്സ് ചെയ്യുന്ന ഒരു അസുഖം എനിക്കുണ്ട്. അങ്ങനെ ഫിക്സ് ചെയ്തതാണ് ഇതൊക്കെ. ഇത് ഞാനിതിൽ ഡേറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. 19/9/2024. എനിക്ക് തോന്നുന്നു 18th ഈ 19th ഞാനിത് എഴുതിയത്. 18th ഞാൻ ഷുഗർ എന്തോ കഴിച്ചു. അപ്പോൾ എനിക്ക് റിഗ്രറ്റ് അടിച്ച് പിറ്റേ ദിവസം ഞാൻ ഹെവി വർക്കൗട്ട് ചെയ്തിട്ടിരുന്ന് എഴുതിയ സാധനമാണിത്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസം ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും തെണ്ടിത്തരം കാണിച്ചിട്ട് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത്, പക്ഷേ ഒരു ട്രാക്കിലങ്ങ് പോവും. മനസ്സിലായില്ലേ? എനിക്ക് തന്നെ സ്വയം എനിക്ക് റിഗ്രറ്റ് അടിക്കും. അപ്പോൾ ഞാനൊരു ട്രാക്കിലങ്ങ് പോവും. അപ്പോൾ അതൊക്കെയാണ്. ഇതാണ് ഇത്രയേ ഉള്ളൂ സംഭവം. ഇത്രയേ ഉള്ളൂ. പ്ലാനിങ് കഴിഞ്ഞു. ഇനി അത് വർക്കൗട്ടാക്കി എടുക്കണം. അതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, അത് കഴിഞ്ഞു, തീർന്നു സത്യം. അപ്പം അതാണ് എൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ഈ പ്ലാൻ അവസാനം വരെ 2026 ഐ മീൻ ഫസ്റ്റ് വരെ ഇത് പോകണം. ഗോൾസ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, വെയ്റ്റ് ലോസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യൂ. ഇതുപോലെ പ്ലാൻ ചെയ്യാനല്ല പറയുന്നത്. പക്ഷെ ഐ ഹോപ്പ് ചെറിയൊരു ചെറിയൊരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് അവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതിലെന്ത് ഇൻസ്പിറേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞതിൽ? നിങ്ങൾക്ക് എന്ത് ഇൻസ്പിറേഷനാണ് കിട്ടുന്നതല്ലേ? എനിവേ, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ചിലപ്പോൾ എപ്പോഴും ചിലപ്പോൾ കയറി നോക്കും. കാരണം ഞാൻ മടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ വെയ്റ്റ് ലോസ് എന്ന് പറയുന്ന ഒരു ഗോൾ ഞാൻ ചിലപ്പോൾ മറന്നു പോകുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇറ്റ്സ് ഷൂട്ടിംഗ് ഫോർ മീ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ നമ്മളിപ്പോൾ വണ്ണം വെച്ച്, ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ 2020 ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പേര് ഇത് നല്ല കളിയാക്കൽ കിട്ടിയിട്ടുണ്ട്, നല്ല ഊക്കൽ കിട്ടിയിട്ടുണ്ട്. ഇവർ വണ്ണം വെച്ച്
വെച്ചു എന്ന് പറയുന്നത്, ചിലർ പറയും വണ്ണം വെച്ചു എന്ന് പറയുന്നത് അത്ര മോശം കാര്യമാണോ? നീ വണ്ണം വെച്ചു എന്ന് പറയുന്നത് സന്തോഷത്തോടെ അല്ലല്ലോ അവർ പറയുന്നത്. അയ്യോ മോളെ നീ വണ്ണം വെച്ചുള്ള സന്തോഷമായി കേട്ടോ, എന്ന് ഇതുപോലെ ഇരിക്കണേ, അങ്ങനെയല്ലല്ലോ പറയുന്നത്. അയ്യോ നീ വണ്ണം വെച്ചല്ലോ, നീ ഭയങ്കരമായിട്ട് തടിച്ചോ കേട്ടോ, തടിച്ചിയായല്ലോ, ഇങ്ങനെയല്ലേ പറയുന്നത്. ഇത് സന്തോഷത്തോടെയാണോ പറയുന്നത്? അല്ലല്ലോ. കുഴപ്പമില്ല, നിങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞാൽ മാത്രമേ, ആരെങ്കിലൊക്കെ അങ്ങനെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ഫയർ കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ കുറച്ച് ഇൻസ്പിറേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് പവറായിട്ട് എടുക്കണം. ഓക്കെ, എന്നിട്ട് പോയി വർക്കൗട്ട് ചെയ്യൂ, നല്ല ഫുഡ് കഴിക്കൂ, അല്ലെങ്കിൽ ലവ് യുവർ ബോഡി. എനിക്ക് അങ്ങനെ പറ്റത്തില്ല കേട്ടോ. ഡൗൺ ആവാതെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. വർക്കൗട്ടിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്, അങ്ങനെ വിചാരിച്ചാൽ മതി. പിന്നെ അവരൊക്കെ പറയുന്നവരൊക്കെ പറയട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, അത്രയേ ഉള്ളൂ. നിങ്ങളും പ്ലാൻ ചെയ്യുക. ഞാനിനി പോയി പഠിക്കാൻ പോവാണ്, എനിക്ക് എക്സാമാണ്. അപ്പോൾ ഇനി ഒരു 5 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിൽ എനിക്ക് പഠിച്ചു തീർക്കാനുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനിങ്ങനെ വർക്കൗട്ട് ചെയ്ത് കുളിച്ചിങ്ങനെ വന്നിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാം. പ്ലാൻ ചെയ്യാൻ പോകായിരുന്നു. അപ്പോൾ എന്തായാലും അതൊരു ക്ലിപ്പാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നെങ്കിൽ ആവട്ടെ എന്ന് കരുതി. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.